നവംബർ ശരിക്കും മെന്റൽ ഹെൽത്തിനെ കുറിച്ച്, അവരുടെ നീറ്റിനെ കുറിച്ച്, മെന്റൽ ഹെൽത്ത് നീറ്റിനെ കുറിച്ച് ശരിക്കും അവെയർ ആണോ? സൈക്കോളജിസ്റ്റ് എന്താ പറയുക? അങ്ങനെ ചോദിച്ചാല് അവെയർ ആണോ എന്ന് ചോദിച്ചാല് ഡെവലപ്പിംഗ് വേ, ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ടോട്ടലി നോക്കുവാണെങ്കിൽ ഇപ്പം ചിലപ്പം ജോഗ്രഫിക്കലായിട്ടുള്ള ഡിഫറൻസ് വരാം. എന്നാൽ പോലും നമ്മൾ നോക്കുവാണെങ്കിൽ ഇവർക്ക് ഈ ഇതിനോടുള്ള ലിറ്ററസി കുറവാണ്. ഓക്കെ, അതാ അവര് വേണം എന്ന് വിചാരിച്ച് അറിയാണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല. പക്ഷെ ഈ ബ്രോട്ടപ്പ് ചെയ്യുന്ന ടൈമിൽ, നർച്ചർ ചെയ്യുന്ന ടൈമിൽ അവരുടെ ഈ സ്റ്റോയിക് മസ്കുലിനിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരയാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു രീതിയിൽ പലരെയും വളർത്തി വന്നിട്ടുണ്ട്. അത് കാരണം തന്നെ അവർക്ക് ഈ പറയുന്ന ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അല്ല അവർക്ക് നീഡ്സ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അവരെ എങ്ങനെ ലേബിൾ ചെയ്യും, ആൾക്കാർ കൊച്ചായിട്ട് കാണുമോ അല്ലെ കളിയാക്കുമോ എന്നുള്ള ഒരുപാട് ചിന്തകൾ കാരണം പയ്യെ അൺകോൺഷ്യസ്ലി അവർ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്നുണ്ടാവും. അത് കാരണമാണ് കോൺസിക്വൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ടായതിന് ശേഷമാണ് പലരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ നമ്മൾ ആ ഒരു ഐഡന്റിഫൈ ചെയ്യുന്ന സ്റ്റേജ് തൊട്ട് അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. പക്ഷെ യൂഷ്വലി നോക്കുവാണെങ്കിൽ എവിടെയെങ്കിലും ഒരു ബ്രോക്കൺ സ്റ്റേജിലോ അല്ലെങ്കിൽ ഒരു ബ്രേക്കിംഗ് പോയിന്റ് എത്തുമ്പോഴാണ് അവർ സാധാരണ സീക്ക് ചെയ്യാറുള്ളത്. ഗേൾസ് പക്ഷേ ഒരു സങ്കടം ഉണ്ടായി, എന്തെങ്കിലും ഒരു ഇമോഷണൽ ഫ്ലക്ച്വേഷൻ ഉണ്ടായാൽ പോലും കൂടെ ഉള്ളൊരു ഫ്രണ്ടിനോട് തുറന്നു പറയില്ല, എനിക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായി. അതില് പല കാര്യങ്ങൾ വരും. ഒന്ന് ഈ പറയുന്ന പോലെ ഈ ലേബലിംഗ് ഒരു കാര്യമാണ്. പിന്നുള്ളത് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു സിഗ്മ മെയിൽ അല്ലെങ്കിൽ ആൽഫ മെയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതൊക്കെ കാരണം ആൾക്കാർ എന്താണ് കുറച്ചുകൂടി ബോൾഡ് ആയിട്ട് നിൽക്കണം. ഈവൻ ഇഫ് ഉള്ളിൽ ശരിക്കും തകർന്ന് നിൽക്കുവാണെങ്കിലും വെളിയിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണിക്കണം എന്നുള്ളൊരു ടെൻഡൻസിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ കൂടുതൽ ജഡ്ജ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കുന്നതോ ആരുടെ അടുത്തായിരിക്കും? ചിലപ്പോൾ മെയിൽ ഫ്രണ്ട്സിന്റെ അടുത്തായിരിക്കും. അവരായിരിക്കും കൂടുതൽ കളിയാക്കുന്നതും. ഓക്കെ, ഹെൽത്തി വേ ആണെങ്കിൽ പോലും കളിയാക്കുന്നത് അവരായിരിക്കും. അപ്പൊ അവരറിയാതിരിക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഇപ്പം ഈവൻ ഇഫ് എല്ലാം ഇടിഞ്ഞ് താഴെ വീഴുന്ന അവസ്ഥയാണെങ്കിലും കുറേയും കൂടെ ബോൾഡ് ആയിട്ട് നിൽക്കാറുണ്ട്. അത് കാരണമൊക്കെയാണ്, അത് ഒരു കാരണം. പിന്നെ നമ്മൾ വരുവാണെങ്കിൽ ഈ പറയുന്ന പോലെ ലേബലിംഗ്, കൊച്ചായിട്ട് കാണുമോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ റിലേഷൻഷിപ്പിൽ വരുവാണെങ്കിൽ കേപ്പബിലിറ്റി ഇല്ലാത്ത ആളായിട്ട് വരുമോ, ചിലപ്പോൾ മാൻഹുഡിനെ ക്വസ്റ്റ്യൻ ചെയ്യുമോ, അങ്ങനത്തെ ഒരുപാട് കൺസേൺസ് കാരണം പലരും എക്സ്പ്രസ് ചെയ്യാണ്ട് എല്ലാം ഉള്ളിൽ ഒതുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ആർദ്ര കുറെ കപ്പിൾ കേസസ് കാണുന്ന ആളാണല്ലോ. അപ്പം ആർദ്രയ്ക്ക് എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? അപ്പൊ അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ രണ്ടുപേരും കൂടെ അപ്പിയർ ചെയ്യണം അല്ലെങ്കിൽ രണ്ടുപേരും വരണം എന്ന് പറയുന്ന സമയത്ത് പുരുഷന്മാർ പൊതുവെ ഒരു വിമുഖത കാണിക്കാറുണ്ടാവും. അത് നമ്മള് സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മളെടുത്ത് നോക്കിയാൽ തന്നെ മോസ്റ്റ്ലി വരുന്ന ക്ലയൻസ് എല്ലാവരും ഫീമെയിൽസ് ആണ്. അത് പറയാതെക്കാൻ പറ്റില്ല. മെൻ വരുന്നില്ല എന്നല്ല, പക്ഷെ ഫസ്റ്റ് ക്ലയന്റ് ആയിട്ട് മെൻ വന്നിട്ട് പിന്നെ ഫീമെയിൽ പാർട്ട്ണറിനെ കൊണ്ടുവരുന്ന കേസസ് കപ്പിൾ കേസസിൽ വളരെ റയർ ആണ്. മോസ്റ്റ് ഓഫ് ദ ടൈം നീ പോയി ശരിയായിട്ട് വാ എന്ന് പറഞ്ഞു വിട്ടിട്ട് വരുന്ന ഫീമെയിൽ ക്ലയൻസ് ആണ് നമുക്ക് കൂടുതലുള്ളത്. ഇനിയിപ്പോൾ മെയിൽ പാർട്ട്ണറിനെ നമ്മൾ സെഷൻസിൽ വരുത്തുകയാണെന്നുണ്ടെങ്കിലും അവര് ഓക്കെ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം, ഇതൊക്കെയാണ് അവളെ ശരിയാക്കി എടുക്കേണ്ട ഏരിയാസ്, ഇതൊന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞിട്ടാണ് വരിക. സെൽഫ് റിഫ്ലക്ട് ചെയ്യാനായിട്ട് റെഡി ആവുന്ന ആളുകൾ കുറച്ച് കുറവാണ് എന്നുള്ളതാണ് നമ്മളുടെ ഇത് എന്റെ പേഴ്സണൽ ഞാൻ കാണുന്ന പോപ്പുലേഷനിലുള്ളതിലെ ഈ പറയുന്ന ഇമോഷണൽ ലിറ്ററസി എന്നുള്ളൊരു കാര്യവും വരും. കൺസിസ്റ്റന്റ്ലി അവരുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്യുമ്പോൾ ഈ പർട്ടിക്കുലർ ഇമോഷൻ വരുമ്പോൾ ഇതിന് ഇങ്ങനെ വാല്യൂ കൊടുക്കണം അല്ലെങ്കിൽ ഇതിനെ എംപത്തറ്റിക് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു നോളജ് അവർക്ക് ഗ്രാജുവലി ഇല്ലാണ്ടാവുകയാണ്. അത് കാരണം തന്നെയാണ് ഇപ്പം വൈഫാണെങ്കിലും ഓക്കെ വൈഫിന്റെ അടുത്ത് പിന്നെയും ഓക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ വരുവാണെങ്കിൽ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുവാണെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു കേപ്പബിലിറ്റി ഇല്ലാതെ വരുന്നുണ്ട്. ഈ പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പം വൈഫ് ആണെങ്കിൽ പോലും പലയിടത്തും ജഡ്ജ്മെന്റൽ ആയിട്ടുള്ളൊരു റിയാക്ഷൻസ് ആണ് പലപ്പോഴും മെയിലായിട്ടുള്ള ഒരാള് ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ വരാറില്ല. അപ്പം സെഷനിൽ വരുമ്പോഴാണ് മോസ്റ്റ് ഓഫ് ദ ടൈം അവർക്ക് ലൈഫിൽ ആദ്യമായിട്ട് ഇതൊന്നും പറഞ്ഞാൽ കുഴപ്പമില്ലല്ലേ, ഞാൻ ഇത്രയ്ക്ക് ഓപ്പൺ അപ്പ് ആവുന്നത് പ്രശ്നമാണോ, ഇതിനെപ്പറ്റി ഞാൻ പറയാൻ പാടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സ് ഉണ്ടാവും. അത് എന്താ പറയാ, പേഴ്സണൽ ഡിസിഷൻ മേക്കിംഗ് തൊട്ട് അവര് ഒരു ആസ് എ പാർട്ട്ണർ എന്നുള്ളൊരു റോൾ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഈ ജെൻഡർ റോൾസ് പറയുന്നത് പോലെ ഒരു റിലേഷൻഷിപ്പില് മെയിൽ എന്നുള്ള രൂപത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യേണ്ടത് എന്നുള്ള കുറെ കൺഫ്യൂഷൻസ് അവരുടെ ഉള്ളിലുണ്ട്. കാരണം നമ്മളിപ്പോ ആലോചിക്കുന്ന എപ്പോഴും പാരന്റിങ്ങിൽ നമ്മൾ പറയും കുട്ടി ഉണ്ടാകുമ്പോൾ തൊട്ട് നമ്മളൊരു പാരന്റിങ് റോളിലേക്ക് കയറി എന്നുള്ളത്. അതേപോലെ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോഴും ഒരു പാർട്ട്ണർ എന്നുള്ള റോൾ ചേഞ്ച് വരുന്നുണ്ട്. ഒറ്റയ്ക്കല്ല, ഒരാളും കൂടി ഉണ്ട് എന്നുള്ള
ചേഞ്ച് വരുമ്പോൾ റെസ്പോൺസിബിലിറ്റീസ്, ഡെയിലി ലൈഫിലെ ആക്ടിവിറ്റീസ് എല്ലാത്തിലും ചേഞ്ച് ഉണ്ട്. അനോയിങ്ലി ആ റോൾസ് അസൈൻ ചെയ്ത് പോവാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഈ നമ്മളിപ്പോ റിയൽ ലൈഫിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഡിസാസ്ട്രസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരുവാണെങ്കിൽ ഇവര് ഫ്രണ്ടിൽ നിൽക്കണോന്നുള്ളൊരു എക്സ്പെക്ടേഷൻസ് വരാണ് എല്ലായിടത്തും. നമുക്ക് കോമൺ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. പാട്രിയാർക്കിയുടെ വിക്ടിംസ് കൂടുതലും പുരുഷന്മാരാണെന്ന് പറയേണ്ടി വരും. ആണ്. പക്ഷെ ഇതിനെ പറ്റി അവർ രണ്ടുപേരും സംസാരിച്ചാൽ ചിലപ്പോ അങ്ങനത്തെ റോൾസ് എടുക്കേണ്ട ആവശ്യമില്ല, നമുക്കത് മ്യൂച്വലി ചെയ്യാം. എല്ലാ സമയത്തും അതൊരാള് ബേർഡൻ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതൊന്നും സംസാരിക്കാത്തോണ്ടാണ് തോന്നുന്നു. പക്ഷെ ആ ഒരു സ്പേസ് എത്രത്തോളം മെൻ ആൻഡ് വിമൻ പരസ്പരം കൊടുക്കുന്നുണ്ടെന്നുള്ളത് അതെ അതെ. അതിലോട്ട് സ്ത്രീകളും എക്സ്പെക്ട് ചെയ്യുന്നത്, ഒരു മെജോറിറ്റി സ്ത്രീകളും പുറത്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും ഒരുപാട് പേര് എക്സ്പെക്ട് ചെയ്യുന്നത് പുരുഷന്മാർ ഇത്തരം മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവര് ടേക്ക് കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ ആം സേഫ് എന്നുള്ള സ്പേസിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് മെജോറിറ്റി. അപ്പൊ അത് കൊടുക്കുന്ന ഇപ്പൊ ഫാമിലി ആണെങ്കിലും നോക്കൂ, ഇപ്പൊ ഇത്ര വയസ്സിനുള്ളിൽ സ്ത്രീകൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, ജോലിക്ക് പോണോ കല്യാണം കഴിച്ച് പോണോ എന്നുള്ള ഓപ്ഷൻ എങ്കിലും ഇപ്പൊ അത് കുറച്ചോണ്ടിരിക്കുകയാണെങ്കിലും അതുണ്ട്. പുരുഷന്മാർക്ക് അങ്ങനെ ഓപ്ഷൻ ഒന്നും ഇല്ല. ഹാവ് ടു എന്തായാലും ഈ സമയത്തിനുള്ളിൽ ജോലി കണ്ടുപിടിക്കണം, കുടുംബം നോക്കണം, ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയ കല്യാണം കഴിക്കുക. അല്ല, ചേച്ചി ഉണ്ടെങ്കിൽ ചേച്ചിയെയും അനുജത്തി ഉണ്ടെങ്കിൽ അനുജത്തിയുടെയും ഇവരുടെ കാര്യങ്ങൾ നോക്കണം. അവര് ഇൻഡിവിജ്വൽ ആയിട്ടല്ല കാണുന്നത്. വരുമ്പോഴാണ് ഈ പറയുന്ന പുരുഷന്മാർക്ക് റോൾ അസൈൻ ചെയ്യുന്നത് മാത്രമല്ല, ഇവരെ എങ്ങനെ വാല്യൂ ചെയ്യുന്നു, എന്ത് ക്രൈറ്റീരിയയിലാണ് ഇവർക്ക് വാല്യൂ ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഇവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവരുടെ ആ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ അല്ല ആ ഔട്ട്പുട്ടിന്റെ ലെവൽ വെച്ചിട്ടാണ് ഇവരുടെ വാല്യൂസ് അസൈൻ ചെയ്യുന്നത്. ശരിക്കും എന്താണ് വേണ്ടത്, അവരാരാണ് അല്ല അവരെന്താണ് എന്നുള്ളതിന്റെ ബേസിലല്ലേ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലെ അവരെ വാല്യൂ ചെയ്യേണ്ടത്. നമ്മുടെ വീട്ടിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മോനോ അല്ലെ മോളോ അല്ലെങ്കിൽ നമ്മുടെ ബ്രദറിനെ അവർ കൊടുക്കുന്ന ഫിനാൻഷ്യൽ ആസ്പെക്ടിനെ ബേസ് ചെയ്ത് നമുക്ക് വാല്യൂ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. പക്ഷെ ഒരു ഓവറോൾ മെജോറിറ്റി കേസിലും അവർക്ക് വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ലാണ്ട് കോൺവെർസേഷനിലോട്ട് ഓപ്പൺ അപ്പ് ആവുന്ന ടൈമിലോട്ട് വരുവാണ് ഈ ഗ്രാജുവൽ ആയിട്ടുള്ള ഇവരെ മോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് കാരണം ഇവർക്ക് ചിലപ്പോൾ ഈഗോ പ്രോബ്ലംസ് വരും ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. ഇനി ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വൺസോ ട്വൈസോ അല്ലെങ്കിൽ കുറച്ച് അധികം തവണ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ഈ പറയുന്ന പ്രഷറിൽ നിന്നൊക്കെ വെളിയിൽ, ഈ ബാരിയറിൽ നിന്ന് വെളിയിൽ വന്നിട്ട് ഇവരൊന്ന് ഓപ്പൺ അപ്പ് ആവുമ്പോൾ ഇവർക്ക് കിട്ടുന്ന റെസ്പോൺസ് ഒരു പ്രശ്നമാണ്. അത് നമ്മളിപ്പം ചിലപ്പോൾ വളരെ കാഷ്വലായിട്ട് ഈ പാർട്ട്ണർ ആളെ നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്തൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് നിസ്സാരമാണല്ലേ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കാൻ റെസ്പോൺസ് ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും. ചിലപ്പോൾ ആൾക്കാർ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആവും, ഇമോഷൻസ് പറയേയില്ല, ഭയങ്കര നള്ളിഫൈ ചെയ്ത് കളയും. അല്ലെങ്കിൽ ഇതൊക്കെ ഈ ഉള്ളിൽ കിടന്ന് ഇതിന് ഒരു സൊല്യൂഷൻ ഇല്ലാണ്ടായി അങ്ങനെയാണ് ആൾക്കാർ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാണ്ടിരിക്കുന്നത്. അല്ല അവരുടെ ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ആ ബ്രേക്കിംഗ് പോയിന്റ് എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്നതുമല്ല ആരെങ്കിലും കണ്ടിട്ട് കൊണ്ടുവരുന്നതായിരിക്കാം. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇതില്. ഇതിപ്പോ ഡൈവേർട്ട് ചെയ്യാനുള്ള വഴിയായിട്ട് പലപ്പോഴും അപ്പൊ ചൂസ് ചെയ്യുന്നത് ഇപ്പം അഡിക്ഷൻ അല്ലെങ്കിൽ അതുപോലെയുള്ള ബിഹേവിയർ. മോസ്റ്റ്ലി മെൻ മെന്റലി ഡിസ്റ്റർബ്ഡ് ആവുന്ന സമയത്ത് ഇറിറ്റേഷൻ, അഗ്രഷൻ, അത്തരത്തിലുള്ള ഇമോഷണൽ എക്സ്പ്രഷൻസിലൂടെയാണിത് മറ്റുള്ളവരിലേക്ക് എത്തുക. ഇത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാതെ റിലേഷൻഷിപ്പിലൊക്കെ ഭയങ്കര ഒരു ക്രൈസിസ് പോയിന്റിലാവുമ്പോഴത്തേക്കും വന്നിട്ട് പാർട്ട്ണറെ പറ്റി എന്നിട്ട് നമ്മളടുത്ത് പറയുമ്പോൾ ഇങ്ങനെ ഒരാളുടെ കൂടെ നിങ്ങൾ എങ്ങനെയാ ജീവിച്ചതെന്ന് നമുക്ക് ചോദിക്കാൻ തോന്നുന്ന രൂപത്തിലേക്കായിരിക്കും ആ പാർട്ട്ണറെ പോർട്രേ ചെയ്യുന്നത്. പക്ഷെ അയാൾ ഒട്ടും ഓക്കെ അല്ലാതെ കുറെ നാള് സഫർ ചെയ്തതിന്റെയും സപ്രസ് ചെയ്തതിന്റെ ഒക്കെ ഒരു ബ്രേക്ക് ആയിരിക്കും ആ ഒരു പോയിന്റ്. ഇങ്ങനെ ഈ പറയുന്ന ഫ്രസ്ട്രേഷൻസ് കാരണം ഒരു തവണ ചിലപ്പോൾ ആങ്കേർഡ് ആവും. അപ്പം ആളെ സംബന്ധിച്ചിടത്തോളം ദേഷ്യം വരുവാണ് അവിടെ കാര്യം നടന്നു. ഓക്കെ, ഇത് വീണ്ടും ആകുമ്പോൾ അപ്പോൾ ആൾക്ക് പ്രോപ്പറായിട്ട് ഈ പറയുന്ന കൺസേൺസോ ഇമോഷൻസോ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റാതെ ഇങ്ങനത്തെ ഒരു സിനാരിയോയിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് വലിയൊരു നെഗറ്റീവ് കോപ്പിംഗ് മെക്കാനിസം ആയിട്ട് പോകാറുണ്ട്. ഇത് ഈ ഡിസ്കഷൻസ് വരാത്തതുകൊണ്ടാണ് എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്. അല്ല ഇപ്പം നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ അടുത്തോ ലവേഴ്സിൻ്റെ അടുത്തോ ഈവൻ അമ്മമാരുടെ അടുത്തോ മക്കളുടെ അടുത്തോ ചോദിക്കണം, നിങ്ങൾക്ക് എന്തുമാത്രം നിങ്ങളുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ ഫാദറിനെ ബ്രദറിനെ അറിയാം, അവരുടെ ഇഷ്ടങ്ങളും അല്ല അവരുടെ ഫ്രസ്ട്രേഷൻ വരുന്ന കാര്യങ്ങൾ അറിയാം, അവരെ പ്രോപ്പറായിട്ട് എങ്ങനെ കംഫോർട്ട് ചെയ്യണമെന്നറിയാം. അല്ലെ ഈ സംസാരിക്കുന്നത് ഒരു ടാബുവായിട്ട് കീപ്പ് ചെയ്യുന്ന ആൾക്കാരല്ലേ. ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ
ഒരു ദിവസം സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അവരുടെ ഹാപ്പിനെസ് എന്തായിരുന്നു, സാഡ്നെസ് എന്തായിരുന്നു, കോളേജ് ടൈമിൽ ഇതൊക്കെ എന്തായിരുന്നു, അല്ലെ ഓഫീസ് ടൈമിൽ എങ്ങനെയായിരുന്നു, ആർ യു ഗുഡ്, ആർ യു ഫീലിംഗ് ഓക്കെ, ഈ ചോദ്യങ്ങളൊക്കെ എല്ലാത്തിനും ഈ റിലേഷൻഷിപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മാത്രമേ വരത്തുള്ളൂ. ലോങ് റണ്ണിൽ വരത്തില്ല. ലോങ് റണ്ണിൽ നമുക്ക് കൂടുതലും പറയാൻ വേണ്ടി ഒരാളെ നമ്മൾ വെന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി കാണുന്ന ഒരു ലിസ്ണറിന് നമുക്ക് വേണം എന്നല്ലാതെ ആള് പറയുന്നത് കേൾക്കാൻ വേണ്ടി റെഡി ആയിരിക്കും. ആക്ച്വലി ശരിക്കും എന്നെ നോക്കുന്നത് അങ്ങനെയാണല്ലോ അല്ലെ, ലിസണിങ് സ്പേസ്, എന്നെ ഹോൾഡ് ചെയ്യുന്ന ആള്, എനിക്ക് പോയി എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാള് എന്നുള്ള ഒരു. അപ്പൊ ആ എൻഡിൽ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദേ ആർ നോട്ട് യുവർ തെറപ്പിസ്റ്റ്. എല്ലാം കൊണ്ട് ഡംപ് ചെയ്തിട്ട് ഓക്കെ ആക്കി തരുമെന്ന് വിചാരിക്കരുത്. നമ്മൾ ഇമോഷണലി പ്രശ്നത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുരുഷനെ ഡിപ്പെൻഡ് ചെയ്യാം, കാര്യങ്ങൾ പറയാന്നുള്ളതിന് അപ്പുറത്തേക്ക് സൊല്യൂഷൻ അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യരുത്. നമ്മുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആക്കാൻ നമ്മൾ വേറുള്ള വഴികളും സീക്ക് ചെയ്യാം. അത് സത്യത്തിൽ ഭയങ്കര ഒരു ബർഡനിങ് ആണ്. ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന സംഭവം എപ്പോഴും ഫീമെയിൽസിനെ കുറച്ച് കൂടുതലായിട്ട് പലയിടത്തും കാണാറുണ്ട്, നമ്മൾ വാച്ച് ചെയ്യാറുണ്ട്. ആ ഡിപ്പെൻഡൻസി അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പല എക്സ്പെക്ടേഷൻസും ഹസ്ബൻഡ്സിൽ വെക്കുകയും അത് മീറ്റ് ചെയ്യാതെ വരുമ്പോൾ അവരെ തന്നെ അങ്ങോട്ട് കുറ്റം പറയുകയും അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത കുറെ ഇൻസ്റ്റൻസസ് കണ്ടിട്ടുണ്ട് ഈ ഗേൾസിന്റെ ബ്രേക്കിംഗ് പോയിന്റ് ആയിട്ട് പറയുന്നത്. എന്റെ ഹസ്ബൻഡ് അല്ലെ പാർട്ട്ണർ എന്നിൽ ഭയങ്കര ഇമോഷണലി ഡിപ്പെൻഡന്റ് ആണെന്ന് പറയുന്നത്. ദേ ആർ പ്രോംപ്റ്റിംഗ് ദം ടു സ്പീക്ക്. ബട്ട് ആ ഒരു പോയിന്റ് വരുമ്പോൾ എപ്പോഴാണോ അവരുടെ വൾണറബിലിറ്റീസ് ഷെയർ ചെയ്യുന്നത്, ആ പോയിന്റ് വരുമ്പോൾ ടേബിൾസ് ടേൺ ആവുകയാണ് ചെയ്യാറുള്ളത്. അയ്യോ ഇതെല്ലാം ചോദിച്ചിട്ട് അവസാനം അല്ലെങ്കിൽ സങ്കടപ്പെടുമ്പോൾ താൻ എന്താ എങ്ങനെയെന്ന് ചോദിക്കുന്ന അവസ്ഥ. എന്റെ എക്സ്പെക്ടേഷനിലുള്ള ബോയ് ഫ്രണ്ട് നിങ്ങളല്ലായിരുന്നല്ലോ, ഞാൻ പരിചയപ്പെട്ട ആളല്ലല്ലോ, ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ആളാണല്ലോ എന്നുള്ളൊരു ചോദ്യത്തിലോട്ട് എത്തും. അപ്പം അത് കാരണം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചിലപ്പം ഇത് ഡയറക്റ്റ്ലി എക്സ്പീരിയൻസ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ എൻ്റെ കൊളീഗിൻ്റെ അടുത്തുനിന്നോ ഞാൻ ഇങ്ങനത്തെ ഒരു പോയിന്റിലോട്ട് എത്തുവാണെങ്കിൽ ആളിട്ടിട്ട് പോകും, അല്ലെങ്കിൽ എൻ്റെ വാല്യൂ അവിടെ പോകും എന്നുള്ളൊരു തോട്ട് വരുമ്പം എന്ത് ചെയ്യും, നമുക്ക് കൺസേൺ ആണ്. അപ്പം എക്സ്പ്രസ് ചെയ്യാണ്ടിരിക്കും അല്ലെങ്കിൽ പറയാണ്ടിരിക്കും. ഉള്ളിലൊരു പേടിയുണ്ട്, കാരണം ഞാൻ അത്ര സ്നേഹിക്കുന്ന വ്യക്തികളാണ്. എനിക്ക് എൻ്റെ ഒരു വീക്ക്നെസ് കാണിച്ച് അവരില്ലാണ്ടായി പോകരുതെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എനിക്ക് വാല്യൂ കിട്ടി പോയാലൊരു പേടി ഉണ്ടാവില്ല. ഇമോഷണൽ വൾണറബിലിറ്റി കാണിക്കുന്നത് ഒരു വീക്ക് മെന്നിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്നുള്ളത് വളരെയധികം ഈ നമ്മൾ റോൾ സൊസൈറ്റിയിൽ നമ്മൾ റോൾ അസൈൻ ചെയ്യുന്നത് പോലെയാണ്. ഫീമെയിൽസിന് ഇങ്ങനെയൊക്കെ ആവാം, ആണുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പാടുള്ളൂ. അതിപ്പോ ഒരു ഗ്രൂപ്പിനകത്ത് അതെ സ്റ്റോയിക് മസ്കുലിനിറ്റിയിൽ നമ്മൾ പറയാം. ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ബാക്കിയുള്ള ആൾക്കാരെ പോലെ ഞങ്ങൾക്കും ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ലൈഫ് അത്ര കളർഫുൾ ഒന്നുമല്ല, ഒരുപാട് വിഷമങ്ങളുണ്ട് അല്ലേ. ഈ പറയുന്ന ചിലപ്പോൾ അത് ഫിനാൻഷ്യൽ ആയിരിക്കും, അല്ലെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പറയാൻ വേണ്ടി ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഒരു തെറാപ്പിസ്റ്റിനെ സീക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. സി പീപ്പിൾ ആർ നോട്ട് തെറാപ്പിസ്റ്റ്, ദാറ്റ് ഐ അഗ്രി. പക്ഷെ നമുക്ക് ലൈഫിൽ പറയാൻ വേണ്ടി, അല്ലെ നമ്മൾ പറയുന്ന കേൾക്കാൻ വേണ്ടി ഒരാൾ വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ളതാണല്ലോ. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം, ആ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ആൾക്കാരെ വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഒരു കാര്യം പറയട്ടെ, ഈ ഗേൾസിന്റെയും ബോയ്സിന്റെയും സർക്കിളിൽ വരുന്ന ഒരു സംഭവം നമ്മൾ എടുത്ത് നോക്കിയാൽ, ഗേൾസിന്റെ ഫ്രണ്ട്ഷിപ്സിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്റെ നല്ല പൊതുവെ ഏതെങ്കിലും അല്ലല്ല അങ്ങനെയല്ല നമ്മുടെയൊക്കെ ഒരു സർക്കിളിൽ ഗേൾസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്സ് ഉണ്ടെങ്കിൽ അവിടെ നമ്മളുടെ ഇമോഷണൽ കാര്യങ്ങളും ഷെയർ ചെയ്യപ്പെടുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും. എല്ലാം ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞോളന്നില്ല, പക്ഷെ അങ്ങനെ പറയാൻ പറ്റിയ പല പല ഗേൾസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് നമുക്കുണ്ടാവും. ഇതൊരു എന്റെ ഒബ്സർവേഷൻ ആട്ടോ. മെന്നിന്റെ കേസിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടാവാം, പക്ഷെ എല്ലാവരുടെ അടുത്തും ഭയങ്കര സംസാരവും ലേറ്റ് നൈറ്റ് ടോക്സും പാർട്ടിങ്ങും എല്ലാം ഉണ്ടാവും. പക്ഷെ ടോപ്പിക്സ് കോൺവെർസേഷന്റെ വരുന്നത് വണ്ടികളാവാം, സ്പോർട്സ്, പൊളിറ്റിക്സ്, ഇനി ഫാഷൻ, ഇതെല്ലാം വരുന്നുണ്ടാവും. ബട്ട് ഇമോഷണൽ മാറ്റേഴ്സിനെ പറ്റി അവനവൻ എന്ത് ഇമോഷണൽ സിറ്റുവേഷനിലൂടെ പോകുന്നു എന്നുള്ളതിനെ പറ്റി ഷെയർ ചെയ്യപ്പെടുന്ന ഫ്രണ്ട്സ് വളരെ കുറവാണ്. ഇപ്പൊ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫിൽ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട്. എൻ്റെ പോസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഒരു മടിയും കൂടാതെ ഒരു ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള സിനാരിയോസും ഫേസ് ചെയ്യാണ്ട് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ബാക്കിയുള്ളവരുടെ ലൈഫിലോട്ട് വരുവാണെങ്കിൽ ഫ്രണ്ട്സ് എന്നുള്ള ലേബിൾ ശരി ചിലയിടത്ത് തെറ്റാ. ദേ നോ മെനി പീപ്പിൾ, പക്ഷെ ഫ്രണ്ട്സ് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ മെനി പീപ്പിളിനെ അല്ല ഞാൻ പറഞ്ഞത്, ഈവൻ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആളുകളിൽ പോലും ഡീപ്പ് ഇമോഷണൽസ് ഓൾറെഡി ആൻസർ ചെയ്തതാ. ഹി ഹാസ് വൺ ഫ്രണ്ട് എന്നുള്ളത് മെന്നിനോട് പറയാൻ പറ്റുന്നതിന് ബുദ്ധിമുട്ട് വെച്ചാൽ അവര് തന്നെ കളിയാക്കുക ചെയ്യാന്നാ.
മനസ്സിലായി. പിന്നെ ഒരു അല്ല പക്ഷെ അങ്ങനെയാണ് ആ മെൻ സർക്കിളിൽ. അതുകൊണ്ട് അല്ല സർക്കിളിൽ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പം ഫീമെയിൽസിന്റെ സർക്കിൾ എടുക്കുകയാണെങ്കിൽ കൂടുതൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻസ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ വരുന്ന ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ചോയ്സ് ആയിരുന്നല്ലോ, എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കുമല്ലോ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെയാണ് പലരും. കാരണം ഇവർ ചിലപ്പോൾ ഈ മീറ്റ് ചെയ്യുന്ന ടൈമിൽ ഇവർക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ളതൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പോസിറ്റീവ് മീൻസ് എല്ലാം ഈ പോസിറ്റീവ് വൈബ് എന്നല്ല, എല്ലാം ഇവർ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും കൂടുതൽ കോൺവേഴ്സ് ചെയ്യുന്നത്. പിന്നെ വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാർ മാത്രം ത്രൂ ഫോണോ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള കോൺവെർസേഷനിലോട്ട് ഇൻക്ലൂഡ് ആവാറുള്ളൂ. അത് എന്തുകൊണ്ട് അങ്ങനെയെന്ന് ചോദിച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ളൊരു അതൊരു കൈൻഡ് ഓഫ് ഡിസ്ട്രാക്ഷൻ ആണോ? ഈ പ്രശ്നം അഡ്രസ് ചെയ്യേണ്ട, നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ചില്ല് ചെയ്ത് പിരിയാം പോലെയാണ്. അല്ലെങ്കിൽ ആ യൂണിയൻ എന്ന് പറയുന്നത് തന്നെ ചില ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, ബോയ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, അവരുടെ ഗേൾ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം അവരുടെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ വേഗം കോൾ ചെയ്ത് നമ്മളെ വിളിച്ചു തരും, ഫോൺ കൊടുക്കും, ഇതൊക്കെ എന്തോ പ്രശ്നമുണ്ട് സംസാരിക്കും. കാരണം അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നും അവർക്ക് അറിയില്ല. അത് ഞാൻ പറഞ്ഞു ഇമോഷണൽ സപ്രഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവർക്ക് റെഡ്ലി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റത്ത. എനിക്കൊരു വിഷമം വന്നു, ഞാൻ ഒരാളുടെ അടുത്ത് ഇപ്പം ആർദ്രയുടെ അടുത്ത് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു റെസൊല്യൂഷൻ തന്നു. ഞാൻ അവിടെ എക്സ്പീരിയൻസ്ഡ് ആവുകയാണ്, എനിക്ക് ഇങ്ങനെയും ഹാൻഡിൽ ചെയ്യാം. എൻ്റെ അടുത്ത് വേറൊരാൾ വരുവാണെങ്കിൽ എനിക്കിങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടാണെന്ന് വിചാരിക്കാം, എനിക്കിങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിക്കാം. സപ്പോസ് ഞാൻ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഫുള്ള് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമല്ലേ, എനിക്കിതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല, അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഗ്രൂപ്പ് എന്ന് വിചാരിക്കും. ഞങ്ങൾ പോസിബിളി ആ കോൺവെർസേഷൻ എടുത്തിടാതിരിക്കുന്നത്. മനസ്സിലായി. നിങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളെ പാരന്റിങ് ഒക്കെ ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് നമ്മളുടെ സൊസൈറ്റിയും എല്ലാവരും കൂടി ഇങ്ങനെ ആക്കി തീർക്കുന്നതാണ്. അതിൽ നമ്മളെല്ലാവരും ആ സൊസൈറ്റിയുടെ ഭാഗമാണ്. ഇപ്പൊ ഇതുവരെ പാരന്റിങ് ആ രീതിയിൽ ചെയ്തു വന്നവരെ നമുക്കിനി കറക്റ്റ് ചെയ്യാനോ ഓപ്ഷൻ ഇല്ല. പുരുഷന്മാരുടെ മെന്റൽ ഹെൽത്ത് മന്ത് ആണ്. അപ്പൊ ഇവിടെ പുരുഷന്മാരുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം നോക്കിയപ്പോൾ പോലും ഇവിടെ സ്ത്രീകളാണ് കൂടുതൽ. ബീങ് എ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആൻഡ് ഓൾസോ മാൻ, ആറ്റ്ലിക്ക് എന്താ പറയാനുള്ളത്? എങ്ങനെ ഈ നമ്മുടെ ലോകം ഒന്ന് മാറിയിരുന്നെങ്കിൽ പുരുഷന്മാർക്ക് ഇതൊരു ബെറ്റർ വേൾഡ് ആയേനെ ടു എക്സ്പ്രസ് ബെറ്റർ? കൺസിഡർ എവരിവൺ ആസ് ഈക്വൽ. നിങ്ങൾക്ക് സ്പേസ് വേണ്ടതുപോലെ തന്നെ അവർക്ക് പറയാൻ വേണ്ടി സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇനി പേരൻസിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ജസ്റ്റ് ആസ്ക് ദം ഹൗ ദേ ആർ ഡൂയിങ്, അല്ലെങ്കിൽ ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് ഓക്കെ ആണെന്ന് പറയാം. ഈ പണ്ടത്തെ പോലെ നിങ്ങൾ കരയല്ലേ ചിരിക്കല്ലേ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കാതെ ലെറ്റ് ദം ബി ഹൂ ദേ ആർ. ചോദിക്കുക ഓക്കെ ആണോ, അല്ലെങ്കിൽ വിഷമം വരുവാണെങ്കിൽ അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണം, നിങ്ങൾ കരയുന്ന ഇറ്റ്സ് വെരി ഫൈൻ എന്ന് പറയാം. പിന്നെ ജനറലി പറയുവാണെങ്കിൽ സ്പേസ് കൊടുക്കുക, ഇറ്റ്സ് ഫൈൻ. അവര് എക്സ്പ്രസ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? ദേ ആർ ടു ഹ്യൂമൻ. യെസ്. ഇനി ബാക്കിയുള്ള കേട്ടോണ്ടിരിക്കുന്ന പുരുഷന്മാരോട് എന്താ പറയാനുള്ളത്? ഓക്കെ, നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്ന് തോന്നുന്നു. ഇഫ് തിങ്സ് ആർ നോട്ട് വർക്കിംഗ്, സീക്ക് ഹെൽപ്പ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാം. ദേ ഡോണ്ട് മൈൻഡ് ദിസ് കൈൻഡ് ഓഫ് തിങ്സ്, ജസ്റ്റ് സ്പീക്ക് ടു ദം. അവിടെയും പറ്റുന്നില്ലെങ്കിൽ ഗെറ്റ് എ പ്രൊഫഷണൽ ഹെൽപ്പ്. Thank you, Atli. Thank you, girls.